കോട്ടയം നഗരസഭയിലെ വടവാതൂരുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യ സംസ്കരണം നടത്തുവാൻ ഏറ്റെടുത്തിരുന്ന റാംകി എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനവുമായിട്ടുണ്ടായിരുന്ന ഒരു തർക്കം, മാലിന്യ സംസ്കരണ സംവിധാനം കൃത്യമായി നടത്താതെ പറ്റുകയും തുടർന്ന് അവർ ആ പ്ലാന്റ് തന്നെ നിർത്തിവെച്ച് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നുണ്ടായ തർക്കം വൻതോതിലുള്ള സാമ്പത്തിക നഷ്ടം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ ട്രൈബ്യൂണൽ മുമ്പാകെ, ആർബിട്രേഷൻ ട്രൈബ്യൂണൽ മുമ്പാകെ ഈ കമ്പനി കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ആ കേസ് കുറച്ച് വർഷങ്ങളായി തുടർന്നു വരികയാണ്. 2013 ഇവരുടെ കരാറ് ഇവർ നിർത്തിവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രവർത്തനം, ആ കരാർ റദ്ദാക്കി 1/3/2013 മുതൽ ഈ കമ്പനി പ്രവർത്തനം നിർത്തിവെച്ചു. അതിനുശേഷം ഏകദേശം 3 വർഷത്തിനകം ആർബിട്രേഷൻ അടക്കമുള്ള കേസ് ഫയൽ ചെയ്യണമെന്നുള്ള ആ എഗ്രിമെൻ്റ് വ്യവസ്ഥയിലുള്ളപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ 24/11/2016 കേസ് ഫയൽ ചെയ്തത്. ആ കേസ് വളരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജ് ജസ്റ്റിസ് KPS രാധാകൃഷ്ണൻ അവർകൾ, അതോടൊപ്പം കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജ് ജസ്റ്റിസ് TV രാമകൃഷ്ണൻ അവർകൾ, ജില്ലാ സെഷൻ ജഡ്ജ് ആയിട്ടുള്ള റിട്ടയേർഡ് ജസ്റ്റിസ് K ജോർജ് ഉമ്മൻ അടക്കമുള്ള 3 പേരടങ്ങുന്ന ആ ബെഞ്ചാണ് കോട്ടയം നഗരസഭയുടെ കേസ് കേട്ടത്, റാംകിയുടെ കേസ് കേട്ടത്. കോട്ടയം നഗരസഭയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് അജിത് ജോയിയും അഡ്വക്കേറ്റ് സിബി ചേനപ്പാടിയുമാണ് ഈ കേസ് തുടക്കം മുതലേ കൈകാര്യം ചെയ്തത്. ഇന്ന് ആ കേസിലൂടെ നഷ്ടപരിഹാരം ഏകദേശം 8 കോടി രൂപയോളം നഷ്ടപരിഹാരവും അതിന് 2016 മുതൽ 24% പലിശയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസ് പൂർണ്ണമായും തള്ളിക്കൊണ്ട് കോട്ടയം നഗരസഭയുടെ അഭിപ്രായം, അല്ല കോട്ടയം നഗരസഭയുടെ സ്റ്റാൻഡ് ശരിയായിരുന്നു എന്ന് ആ കോടതി തെളിയിച്ചിരിക്കുകയാണ്. നിയമപരമായ രീതിയിലേക്കൂടെയാണ് എല്ലാ കാര്യങ്ങളും കോട്ടയം നഗരസഭ നീക്കിയത്. ഇന്ന് റാംകി കൊണ്ടുവന്ന രേഖകൾ പോലും, യഥാർത്ഥത്തിലുള്ള രേഖകൾ, ഒരു എഗ്രിമെൻ്റ് പോലും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. എല്ലാം ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ മാത്രം കൊടുക്കുകയും സമയബന്ധിതമായി ഒന്നും കൊടുക്കാതെ മുമ്പോട്ട് പോകുന്നതിനെയും തുടർന്നുമാണ് റാംകി നൽകിയ ആർബിട്രേഷൻ കേസ് കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് കോട്ടയം നഗരസഭയ്ക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായത്. അത് കോട്ടയം നഗരസഭയിലെ പ്രവർത്തനം കുറെ കൂടി സുതാര്യമാണ്, കുറെ കൂടി നിയമപരമായിട്ടുള്ളതാണ് എന്ന് കോടതി കണ്ടെത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം. ഒരു കമ്പനി ഒരു പ്രശ്നം പരിഹരിക്കുന്ന തരത്തിലേക്ക്, മാലിന്യ സംസ്കരണത്തിന് വേണ്ട തരത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ ആ കമ്പനി പോയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് വടവാതൂരിലെ പിന്നീടുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ആധികാരികമായ കാരണം. ആ കാരണത്തെ തുടർന്ന് നഗരസഭയ്ക്ക് വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് കമ്പനി ഇതേപോലെ വലിയൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി കേസ് ഫയൽ ചെയ്ത്. ആ കേസ് ഇന്ന് കോട്ടയം നഗരസഭയ്ക്ക് അനുകൂലമായി ട്രൈബ്യൂണൽ വിധിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുപോയ കമ്പനിയുടെ ആ പെറ്റീഷൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് കോട്ടയം നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആ വിജയം ഞാനിവിടെ സൂചിപ്പിക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്.